തകർത്തു ചേട്ടൻ. ഞാനല്ല സത്യം ഞാനല്ല കുത്തിയപ്പോ ഞാൻ അടിച്ചു അല്ല എന്നെ അടിച്ചപ്പോ ഞാൻ കുത്തി സന്തോഷം. സൗണ്ട് മോഡുലേഷൻ എന്റെ അമ്മോ ഈ ഏജ് ഓഫ് മാഡ്നസ് തന്നെയാണ്. ഏജ് ഓഫ് മാഡ്നസ് സെറ്റ് പടം സൂപ്പർ. ഫസ്റ്റ് ഹാഫ് ഇൻട്രോ മമ്മൂക്കാന്റെ ഇൻട്രോ ഒക്കെ വേറെ ലെവലാണ്. സൂപ്പർ സൂപ്പർ. നല്ല പടം. സിനിമ എന്ന കലയെ സ്നേഹിക്കുന്നവർ ഈ സിനിമ ഉണ്ടെങ്കിൽ തീരാ നഷ്ടം തന്നെയാണ്. തിയേറ്ററിൽ നിന്ന് വളരെ സൈലന്റ്, ഒരു മുട്ടുസൂചി വീഴുന്ന ശബ്ദം പോലും നമുക്ക് അത്രയും ഒരു മഴത്തുള്ളി വീഴുന്ന ശബ്ദം. ഇത് പറയാനില്ല, മമ്മൂക്കൾ ഒരു രക്ഷയില്ലട്ടോ. അത് പറയാനില്ല, കാരണം അത്രയും നമ്മൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. പടത്തിനെ കുറിച്ച് ഇവർ പറഞ്ഞ പോലെ അതിൻ്റെ അപ്പുറം അതിൻ്റെ 4 ഇരട്ടി അതിൻ്റെ ഗുണങ്ങൾ ഉണ്ട്. ആ ഡയറക്ടർ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളി. 4 കഥാപാത്രങ്ങളുണ്ട്, നന്നായിട്ട് അഭിനയിച്ചു. സൂപ്പറാണ്. ഇത്ര നാളത്തെ ഇടയിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അത്രക്ക് നല്ല മൂഡുള്ള പടമാണ്, വേറെ ലെവല് പടം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടാലേ ഈ പടം ഇഷ്ടപ്പെടുള്ളൂ. അങ്ങനെയാണ് അവരെടുത്തേണത്. അവരുടെ മേക്കിംഗ് സ്റ്റൈലി എല്ലാം അങ്ങനെയാണ്. ആ പടം അതുകൊണ്ടാണ് അങ്ങനെ അവര് എടുത്തേക്കണത്. ഭയങ്കരമായിട്ടൊരു എക്സ്പീരിയൻസ് തന്നെ പടമാണ്. മസ്റ്റ് വാച്ച് തിയേറ്ററിൽ. പാട്ട് വേണമെങ്കിൽ എടുക്കാം, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സംഭവം മികച്ച രീതിയിൽ ക്യാരക്ടർ ചെയ്തിട്ട് മമ്മൂക്കാന്റെ ഒരു അതികഠിനമായിട്ടുള്ള അഭിനയത്തിന്റെ ഒരു പരമവേശം ഒന്നും തന്നെ പറയാം. ഒരു കാടിന്റെ സൗന്ദര്യം, ഒരു മലയുടെ സൗന്ദര്യം, ഒരു ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന ഇതാണ്. വന്യമായ ഒരു അനുഭവം, ഒരു പ്രത്യേക അഭിനയ രീതി, രക്ഷയില്ലാത്ത രീതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ കുറെ പേർക്ക് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണല്ലോ എന്നുള്ള. അയ്യോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെ നമ്മൾ സ്വീകരിക്കണം? പക്ഷെ അതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു രാഹുൽ സദാശിവൻ പുള്ളി ഭൂതകാലം കഴിഞ്ഞിട്ട് പുള്ളിയുടെ ആ ഒരു ഹൊറർ ജോണർ പുള്ളിക്ക് അറിയാം. അപ്പോൾ പുള്ളി അത് നിരാശപ്പെടുത്തിയില്ല. എക്സ്പീരിയൻസിന് നമുക്ക് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. മമ്മൂക്കയാണെങ്കിലും സിദ്ധാർത്ഥ് ഭരതനാണെങ്കിലും അർജുൻ അശോകൻ, 3 പേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ ഞെട്ടിച്ചു കളഞ്ഞു. പുള്ളി അല്ലെങ്കിൽ നല്ലൊരു പെർഫോമറാണെന്ന് അറിയാം. പക്ഷെ ഇത്രയും ഒരു എന്താ പറയുക, ഇത്രയും ഡെപ്ത് ആയിട്ട് ഇത്രയും ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് എങ്ങനെ കാണും. 3 പേരുടെയും പെർഫോമൻസസ് എടുത്ത് പറയാനുള്ളത് പറയാതിരിക്കുകയാണ്. എല്ലാവരും അടിപൊളിയാണ്. ബാക്കി പിന്നെ പറയുക വേണ്ട. അത്രേ ഉള്ളൂ. 5 ക്യാരക്ടേഴ്സും ഭയങ്കര എൻഗേജിങ് ആണ്. നമ്മൾ എനിക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് അങ്ങനെ വെറുതെ ഇരിക്കണ ഒരു തോന്നൂല. ഭയങ്കര മൂവിങ് ആണ് പടം. എല്ലാവരും ഞാൻ ആദ്യം പ്രതീക്ഷിച്ച ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്നു. പക്ഷെ ഭയങ്കര മൂവിങ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതുപോലെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൗണ്ട് ഡിസൈൻ ആണ്. അപ്പോൾ ശരിക്കും ആ ഒരു എൻവയൺമെന്റിൽ നമ്മളെ കൊണ്ട് ഇരുത്തും. നമ്മൾ 17th സെഞ്ച്വറി പീരീഡിൽ നമ്മൾ അങ്ങനെ ഇരുത്തി പോകും. അതാണ് പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. എല്ലാത്തരം ഓഡിയൻസ് ഒരു ഹൊറർ ജോണർ, ഒരു ഹൊറർ പടം കാണണമെങ്കിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഹൊറർ കോമഡി ജോണർ, അങ്ങനെ മലയാളത്തിൽ കൂടുതൽ അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ഹൊറർ എന്ന് പറയുമ്പോൾ എപ്പോഴും കോമഡി കലർന്നൊരു ഹൊറർ ആയിരിക്കും. പക്ഷേ ത്രൂ ആൻഡ് ത്രൂ ഔട്ട് ഹൊറർ കാണണമെങ്കിൽ പടം കാണണം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. വലിയ സ്ക്രീനിൽ ഒരു എക്സ്പീരിയൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നൊന്നും നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ നോക്കരുത്. പടമായിട്ട് കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണും. എല്ലാം പറഞ്ഞ കേട്ട് എല്ലാം കോംപ്ലിമെന്ററി എല്ലാം പറഞ്ഞ് നന്നായിട്ടുണ്ട്. പടം ഗംഭീര പടം. ഇതുപോലുള്ള പടങ്ങൾ ഇറങ്ങട്ടെ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ തന്നെ ഉണ്ടാകുന്നാലും എല്ലാത്തിനും ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു സിനിമ. പടം സൂപ്പർ. ഒരു വാക്കി പറയാനുള്ളത് സൂപ്പർ പടം. അപ്പുറത്തേക്ക് ഇപ്പം വളരെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നത്. അതിൽ മകൻ അഭിനയിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബെസ്റ്റ്. അതൊരു ഭംഗി വേറെയാണ്. മമ്മൂക്ക വില്ലനാണോ?
നമുക്ക് എന്താണെന്ന് നിങ്ങൾ കാണ്, അത് പെർഫോമൻസ് ആണ്. നമുക്ക് അങ്ങനെ ഒരു സിനിമ തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ മോന് വേഷം കിട്ടി. അല്ല മോൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ? ആകെ 3-4 ആർട്ടിസ്റ്റുണ്ട്. 4 ആർട്ടിസ്റ്റ് ഒരു ലൊക്കേഷൻ വെച്ചിട്ട് ആർട്ട് ഡയറക്ടർ, റീ റെക്കോർഡിങ്, ഡയലോഗ്സ്, ഡയറക്ഷൻ, സിനിമകൾ അഭിനയിക്കാൻ മതിയാണ്. ചേട്ടാ ഈ സിനിമയിൽ ചേട്ടൻ ഒരു വേഷം കിട്ടിയില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയോ? ഒരു വിഷമം തോന്നിയോ? അല്ല, അതിൽ എനിക്ക് പറ്റിയ വേഷമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടില്ല. അത് ആപ്റ്റാണ് കാസ്റ്റിംഗ് ഒക്കെ. നമുക്കെല്ലാം ഞാൻ പറഞ്ഞ ബാക്കി രണ്ടുപേരും കറക്റ്റ് കാസ്റ്റിംഗ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്നാണ് പടത്തില്? അങ്ങനെ പറയാൻ പറ്റില്ല, ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ഫ്രെയിമും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര മൂഡ്, ഇനി എന്തായിരിക്കും, ഇനി എന്താണെന്നുള്ളൊരു മൂഡാണ്. ഒന്ന് നിങ്ങൾ കണ്ടേ പറയാൻ പറ്റും. എന്താണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ഒരു ചോദ്യം പോലും ഉണ്ടാവില്ല. പടം നിങ്ങളുടെ മനസ്സ് തന്നെ പറയും ആ ചോദ്യത്തിന് മറുപടി. പേടിപ്പിച്ചൊരു അങ്ങനെ പേടിയല്ല, അത് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മളാണ്, നമ്മുടെ മൈൻഡാണ് പേടിക്കുന്നത്. പിന്നെ ബെസ്റ്റ് എന്തിനു കൂടാന്ന് പറയുന്നത് ഫസ്റ്റ് ചെയ്ത് ലൈറ്റിംഗ് ഒക്കെ COP ഒക്കെ കലക്കി. നമുക്ക് കണ്ടിരിക്കാൻ നല്ലതായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. മ്യൂസിക്കൊക്കെ അടിപൊളിയായിരുന്നു. നമുക്കിടെ ആക്ടിങ് അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ട് വരുന്നു. സിദ്ധാർത്ഥൊക്കെ കൊള്ളായിരുന്നു. ഹൊറർ അങ്ങനെ പറയാൻ പറ്റില്ല. ഭൂതകാലത്തിന് അങ്ങനത്തെ ഇതും വെച്ചിട്ടൊന്നുമല്ല വന്നത്. അപ്പം അതുകൊണ്ടിട്ട് പേടിക്കാനുള്ള അങ്ങനെ ഓറായിട്ടൊന്നും ഇല്ലായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ഫീലിങ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഫീലിംഗ് ഒന്നും നമുക്ക് തോന്നുന്നു കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. പക്ഷെ അങ്ങനത്തെ ഡിഫറൻസ് ഒന്നും തോന്നിയൊന്നുമില്ല. കണ്ടിരിക്കാം. സെക്കൻഡ് പാർട്ടിന് ചാൻസ് ഉണ്ട് എനിക്കറിയില്ല. സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ചാൻസ് വെച്ചിട്ടാണ് അവർ എൻജോയ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എൻജോയ് ചെയ്തത് നമുക്ക് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ പഴയ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കും. പിന്നെ പ്രധാന പ്രശ്നം നമുക്ക് ഇങ്ങനത്തെ ഒരു പടം ചെയ്യുമ്പോൾ ഒരു നാടകീയതയൊക്കെ ഫീൽ ചെയ്യും. കാരണം പഴയ കാലഘട്ടം ഇതിൽ അങ്ങനെ ഒരു പോരായ്മ തോന്നി. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരാൾ ബിഹേവ് ചെയ്യണ പോലെ ഇല്ലല്ലോ പഴയ ഒരു കാലഘട്ടത്തിൽ ഒരാൾ പെരുമാറുന്നത്. അത് പഴയൊരു സ്റ്റൈലാണ്. അത് മനസ്സിലാക്കേണ്ട കുഴപ്പമില്ല. അല്ലാതെ നാടകീയതോ അങ്ങനെ ഒരു കുഴപ്പമില്ല. രാഗവും ഫീൽ ചെയ്തിട്ട് പിന്നെ പാട്ടുകൾ വരുമ്പോൾ കുറച്ച് ഡൗണായി പോകും. അത് വേറെ കുഴപ്പമില്ല. എൻഗേജിങ് ആണോ? തിയേറ്ററിൽ തന്നെ ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. തിയേറ്ററിൽ സിനിമാ പ്രേമികളോ സ്റ്റേറ്റിംഗ് കാണേണ്ട പടമാണ്. നമുക്കൊരു ജനറൽ ഓഡിയൻസിന് എത്രത്തോളം വർക്കാണെന്ന് നമുക്ക് പറയാം. എനിക്കിപ്പോൾ തോന്നിയ വർക്ക് നല്ലൊരു ഇഷ്ടമാണ്. പക്ഷേ അത് വെച്ചിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിൽ നമ്മുടെ അടുത്ത് നമുക്ക് കാണുമെന്ന് പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഉണ്ടല്ലോ. ഇന്ത്യയാണെങ്കിൽ അങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ടില്ല ഫിലിം ടീം. അപ്പോൾ ആ രീതിയിൽ അങ്ങനത്തെ സിനിമയാണ്. എക്സ്പെരിമെൻ്റൽ ടൈപ്പ് എന്ന് പറയും. ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. കുറച്ച് സ്ലോ ആയിപ്പോയി. പിന്നെ ലാഗ് ഈ സിനിമയിലുണ്ടോ? ഇല്ല, വാലിബിൻ്റെ ലാഗ് ഈ സിനിമ ലാഗില്ല. ഇത് ലാഗ് എന്ന് പറയാൻ പറ്റില്ല. സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പടം. പക്ഷെ പടത്തിന് ആവശ്യമായ സ്ലോ ആണ് പടം. അവർ നമുക്ക് ഒരു ആ മൂഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മൂഡിലേക്ക് പോകണം. അതിന് വേണ്ടിയുള്ള ഒരു സ്ലോ മാത്രമാണ് അത്. ഒരിക്കലും അത് ലാഗായിട്ട് കൂട്ടാൻ പറ്റില്ല. വളരെ എൻ്റർടൈൻമെൻ്റ് ആണ് അതെല്ലാം. ഹൊററൊക്കെ ഫീൽ ചെയ്തായിരുന്നോ? ഹൊറർ ഒരു ജംപ് സ്കെയറിംഗ് ഫിലിമായിട്ട് പറയാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഒരു ജംപ് സ്കെയറിംഗ് സീൻസ് പ്രതീക്ഷ വന്നവർക്ക് നിരാശയായിരിക്കും. ആ ഒരു സൗണ്ട് എഫക്റ്റും അതും വെച്ചാൽ ഹൊറർ നമ്മളൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവർ മൂഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മൂഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു ആ ഒരു വെറൈറ്റി ഒരു ഫീല് വരും ഹൊററിൻ്റെ. വേറിട്ട കഥാപാത്രമായിരുന്നു. അതെ, തീർച്ചയായും. മമ്മൂട്ടി ആ സ്പോയിലർ പറയുന്നില്ല. മമ്മൂട്ടി ക്യാരക്ടർ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. മമ്മൂട്ടി ആയാലും അർജുന അശോകനായാലും ഈവൻ സിദ്ധാർത്ഥ ഭരതനായാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ 3 പേരാണ് പടത്തിന് മെയിനായിട്ടുള്ളത്. വേറെ അങ്ങനെ അധികം ആരുമില്ല. ഇവർ 3 പേരെ റോള് കിട്ടില്ലെന്നാണ്. എല്ലാവരും മികച്ച പെർഫോമൻസ്. അത് സിനിമറ്റോഗ്രാഫി ആണെങ്കിലും സൗണ്ട് എഫക്റ്റ് ആയാലും ആ ഡയറക്ഷൻ എല്ലാം ഡയറക്ഷനാണ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങനത്തെ മൂവി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. വാലിബിന് ഇങ്ങനത്തെ ഫിലിമായിരുന്നു. പക്ഷേ വാലിബിന് കുറച്ച് സ്ലോ ആയിരുന്നു. സ്ലോ അല്ല. നമുക്ക് ആറാടിയാണ്. നമുക്കേക്കാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അർജുന അശോകൻ്റെ പെർഫോമൻസ്. മമ്മൂക്കനേക്കാളും മേളിലാണെന്നാണ് പറയുന്നത്. മമ്മൂക്കനേക്കാളും മേളിലാണ് അർജുന. ഏറ്റവും സ്പീഷ്യസ് ഉണ്ട് അർജുന അശോകനാണ്. പുള്ളിക്ക് അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. അർജുന അശോകൻ്റെ കൂട്ടുകാരനാണ്. മമ്മൂട്ടി ഇങ്ങനെ ഫിലിം എടുത്തത് ആ ധൈര്യം സമയത്ത് പുള്ളി എക്സ്പെരിമെൻറ്റിലൂടെ ഇരിക്കുകയാണ്. പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഉയർന്നതാണ്. അടുത്ത ഒരു 3 മാസം എടുത്തതിന് എല്ലാ മൂവീസും ഉയർന്നു. പുള്ളിയുടെ കരിയർ ബെസ്റ്റ് ടൈമാണ്. ഞാൻ ആദ്യമായിട്ട് പഠിക്കേണ്ടതാണ് ഇത് മൂവീസാണ് ചെയ്യുന്നത്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. ഹൊറർ ഫീൽ ചെയ്ത് പല ജോണർ പോകും. അടുത്ത ക്യാരക്ടറും എന്ത് ടൈപ്പ് എടുക്കണം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഓഫ്കോഴ്സ് അങ്ങനത്തെ ഒരു ആക്ടർ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ പ്രേക്ഷകർ ഇത് എങ്ങനെ ഏറ്റെടുക്കുന്നത്? പിന്നെ ഓഫ്കോഴ്സ് ഉണ്ട്. എല്ലാ പടത്തിലും ഇറങ്ങുമ്പോൾ നമുക്ക് തലേ ദിവസം 50 ദിവസം ഇറങ്ങുന്ന ദിവസമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടാവും. ആൾക്കാർ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. കാരണം നമ്മൾ ചെയ്ത് വെച്ചൊരു ഹാർഡ് വർക്കാണല്ലോ. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്താൽ അത്ര സന്തോഷം. ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും.
അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാത്ത പടങ്ങൾ നമ്മൾ നെക്സ്റ്റ് പടം അതിൽ എന്തൊക്കെ തെറ്റുന്നത് മനസ്സിലാക്കി അടുത്ത് വരുത്താൻ ആക്ച്വലി സിനിമയിൽ ക്യാരക്ടേഴ്സ് പോകുമ്പോൾ ആക്ച്വലി കഥ കൺവേ ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? അത് നിൽക്കും കണ്ട പടം കണ്ടോ? ഞാൻ ഹാഫ് ടൈം വരെ ഉണ്ട്. ആ ബാക്കി കൂടി കണ്ടിട്ട് മനസ്സിലാക്കിയത് നല്ലത്. അത് ആ സംവിധായകൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഞാൻ എൻ്റെ അടുത്താണ് ചോദിക്കേണ്ടത്. അത് മൂപ്പരുടെ അടുത്ത് ചോദിക്കട്ടെ, രാവിലെ എടുത്ത് എൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പറയാനാണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം ഈ റോള് കിട്ടിയതിൽ തീർച്ചയായിട്ടും നല്ല ഹാപ്പിയാണ്. ഇതിനകത്ത് കിട്ടാനിരിക്കുന്ന റോളാണ് ചെയ്തത്. വേറെ ആരെയും നമ്മൾ പറയണ്ട, വേറെ ആയിരിക്കും പോട്ടെ. അല്ല അർജുനേട്ടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നു പ്രേക്ഷകരാ, അപ്പോൾ അതൊന്നും എങ്ങനെ തോന്നുന്നു? നല്ലതല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്ര ഒരു സ്വീകാര്യത പ്രതീക്ഷിച്ചിരുന്നു? അല്ല, നമ്മളത് ഇറങ്ങിയാലേ അറിയുള്ളൂ ആൾക്കാർ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് അറിയാനായിട്ട്. ഗംഭീരമായിരുന്നു, വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായിരുന്നു. മമ്മൂക്കയുടെ പെർഫോമൻസ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഔട്ട്സ്റ്റാൻഡിങ്, ബ്രില്യൻറ്റ്, അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ്. ഞാൻ ഷൂട്ടിനൊക്കെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ സ്ക്രീനിൽ അതിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നന്നായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് നന്നായിരുന്നു. ഇപ്പോൾ ആരാണ് കൂടുതൽ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എഴുതുന്ന സമയത്തും മറ്റ് ഷൂട്ടിൻ്റെ സമയത്തും ഒക്കെ വിചാരിച്ചതിനേക്കാൾ ഗംഭീരമായി വലിയ സന്തോഷം.